السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്റ്റേജിലെ സൗത്ത് കർണാടക സലഫി മൂവ്മെൻറ്റ് നേതാക്കന്മാരെ, കൂടെ കൂടിയിട്ടുള്ള എൻ്റെ പിർസത്തെ ഹിരിയായങ്ങളെ, സത്യവിശ്വാസിനിമാരെ, ഈ ശബ്ദത്തെ കേട്ടുകൊണ്ടുള്ള ഈ റായത്തെ നല്ല മനസ്സുള്ള എൻ്റെ പിർസത്തെ ഹിരിയായങ്ങളെ, സഹോദര സഹോദരിമാരെ, നക്കൂടെ പലക്കബരി തന്നെ ബിസിയ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാഅക്കരെ പ്രാമുഖ്യത്തെ ചൊല്ലിയ വിഷയത്തിലേറ്റിക്കറും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവുಗೂ 1,20,000 ചില്ലರೆ പ്രവാചകന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗാക്കിയ. അപ്പം ഈ പ്രവാദിമാർ ഇങ്ങ ആറൈത്തിക്കുറോറും ഒന്നാമത്തെ ഞങ്ങൾ മനസ്സിലാക്കുമല്ലോ വിഷയ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാദിമാരുടെ വിഷയത്തിൽ അങ്ങ് ആറൈത്തിക്കുറോറും ചൊന്തുള്ള വിഷയത്തിൽ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാടുത്തണ്ട. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബ. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സന്ദേശത്തെ, ആ റബ്ബു സുബ്ഹാനഹു വ തആലയുടെ സന്ദേശത്തെ എത്തുപാട്ടെ ആൾമാറായിട്ടിക്കുറ ഈ പ്രവാചകന്മാർ. ആകാശത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന വഹീയുടെ, ആ വഹീയുടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അതത് കാലഘട്ടക്ക് അതത് പ്രവാചകന്മാർക്ക് ഓതിക്കൊടുത്തു. കൃത്യമായിട്ട് ആ പ്രവാദിമാർ അതിരെ ആ സമൂഹത്തിക്ക് എട്ടുപാട്ടെ ഒരു ബാധ്യത തിന്ത് പ്രവാദിമാർക്ക്. വയഖ്ശൗനഹു, ആ പ്രവാദിമാർ അള്ളാഹുടെ ഭയപ്പെട്ടോ ഇന്നാൾമാറായിട്ടിന്നോറു. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അങ്ങ് അള്ളാഹുടെ അല്ലാണ്ട് ഒരാളും അങ്ങ് ഭയപ്പെട്ടോണ്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗാക്കിയ പ്രവാദിമാരുടെ വിഷയത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലേ. അള്ളാഹു ഒരു പ്രവാദിക്ക് ഒരു റസൂലുകോ എന്തൊരു ദൗത്യ കൊടുത്തന അതിരങ്ങ് കൃത്യമായിട്ട് നിർവഹിக்கிறങ്ങ, ആ റബ്ബുടെ ഭയപ്പെടുறങ്ങ. മാത്രമല്ല ആ ദൗത്യത്തെ നിർവഹണാക്കുമ്പോ അള്ളാഹുടെ അല്ലാട്ട് ഒരാളും ആ പ്രവാചകന്മാർ ഭയപ്പെടില്ല. വഖഫാ ബില്ലാഹി ഹസീബ, കണക്ക് നോക്കുന്നത് അള്ളാഹു മാത്രമേ മയ്യാവണായിട്ടിക്ക. ഇതായിട്ടിക്ക അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാദിമാരുടെ വിഷയത്തിൽ അവൻ്റെ വിശുദ്ധ ഖുർആനിൽ ഞങ്ങൾക്ക് പഠിപ്പാടുത്തണ്ട്. കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹീയുടെ ഒരു ചെറിയ 6 കോടി ബറാത്ത് രൂപത്തിൽ സമൂഹത്തുക തങ്ങ എത്തുപാട്ടോറും എത്തുപാട്ടും അങ്ങ് അള്ളാഹുടെ ഇട്ടിക്കർ ഭയപ്പെടുറ്. ഇനി എത്തുപാട്ടും എന്നാ ഇങ്ങ് പ്രയാസം കിട്ടെങ്കിൽ ആ പ്രയാസത്തെ പേരിൽ അങ്ങ് ഒരു രൂപത്തിലെ പേടിപ്പെടുത്തൽ അങ്ങനെ കൽബു കടന്നു വന്നില്ല. കാരണം വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, ഒരാളുടെ ആ പ്രവാചകന്മാർ ഭയപ്പെടില്ല. അതെത്തിക്കുന്നു, ഒരാളുടെ അങ്ങ് പേടിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചൊല്ലിയ ഒരു വിഷയമുണ്ട്. യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക, ഏ നബിയേ, യാ അയ്യുഹർ റസൂൽ, ഏ നബിയേ, ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക, നിങ്ങളെ റബ്ബുൽ നിന്ന് നിങ്ങൾക്ക് അവതീർണാക്കിയതിന് ആൾമാർക്ക് നിങ്ങൾ എത്തുപാട്ടോറും. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു ചൊല്ലേ, നിങ്ങളെ റബ്ബു
ನಿಂಕಿ ಎಂದ್ರ ಉತ್ತರವಾದಿತ್ವ ತಂದರೆ ಅದರ ನಿಂಗೆ ಎತ್ತುಪಾಟೋರು ವ ಇಲ್ಲಂ ತಫ್ಅಲ್ ಫಮಾ ಬಲ್ಲಗ್ತ ರಿಸಾಲತಹು ആ റിസാലത്ര നിങ്ങ അവന്റെ ദൗത്യത്തെ നിങ്ങ എത്തുപാട്ടില്ലെണ്ടെങ്കിൽ നിങ്ങ എത്തുപാട്ടാത്ത ആളുടെ കൂട്ടത്തിൽ പെടുവോറു. അതുകൊണ്ട് വല്ലാഹു യഹ്സിമുക മിനന്നാസ്, നബിയെ ഈ റിസാലാത്രെ ನಾನು തന്നെ ഈ വഹീടെ ഞാൻ ചൊന്ന ഈ ദൗത്യത്തെ ഇതിനെ നിങ്ങൾ എത്തുപാട്ടുമ്പോൾ പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പല ആൾമാർ അത് ഇഷ്ടപ്പെടല്ല. പല ബഹുഭൂരി ആൾമാർ നിങ്ങളെ ആക്രമിക്കോറും. എന്നെങ്കിലും അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ, അല്ലാഹു സുബ്ഹാനഹു വതആല റബ്ബു സുബ്ഹാനഹു ചൊല്ലേ വല്ലാഹു യഹ്സിമുക മിനന്നാസ്, ഈ ദൗത്യത്തെ പൂർത്തീകരിക്കുന്നോടത്തോളം നബിയെ നിങ്ങൾ ആരും എന്താക്കുക സാധ്യയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, നിങ്ങൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ പേരിൽ അള്ളാഹുടെ വഹീ ചൊല്ലെ വഹീടെ നിങ്ങൾ ആൾമാർക്ക് എത്തുപാട്ടെ ആ പേരിൽ ആൾമാർ നിങ്ങളെ വധിക്കുകയും കൊല്ലുകയും അങ്ങ് തയ്യാറാവോറു. എന്തെങ്കിലും അള്ളാഹുടെ സഹായം നിങ്ങൾക്കുണ്ട് നബിയെ. വല്ലാഹു യഹ്സിമുക മിനന്നാസ്, ആൾമാരിൽ നിന്ന് അങ്ങനെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് സഹായാക്കാം. നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലെ ആദർശ റായത്ത് ആ മക്കത്ത് ചൊല്ലുമ്പോൾ അവിടെ ഉള്ള മുശ്രിക്കീങ്ങളെ നേതാക്കന്മാർ, അബൂജഹൽ അടക്കമുള്ള നേതാക്കന്മാർ അങ്ങൊരു പാർലമെന്റ് കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തോರು, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ബുಡೋಗು തീരാ ബുട്ടെಂಟಾಂಗಿ ഇസ്ലാം ദീൻ ഇവിടെ പ്രചാരം ആവണം, എല്ലാവരും മുസ്ലിമിങ് ആവണം. അതുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലുക അങ്ങ് തീരുമാനിക്കോರು. ഐക്യബേനായിട്ടുള്ള ഓഫർ അങ്ങ് ചൊന്നോರು, ആറ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തല എടുത്ത് പണ്ടോറ അങ്ക് 100 വണ്ടി ഉണ്ടോ. പല ആൾമാർ അങ്ങനെ കത്തിയുമായിട്ട് അങ്ങനെ ഖഡ്ഗവുമായിട്ട് അങ്ങ് കടന്നുപോയൊരു 100 വണ്ടി ഞങ്ങളുടെ നക്കാവും ചൊന്തു. നോക്കൊരു മനസ്സിലാക്കണു, ഇസ്ലാമിന്റെ നിർണാമാക്കുക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വധിച്ചെങ്കിൽ ഞങ്ങൾക്കൂടെ ഒരു പ്രശ്നമില്ല. പിന്നെ ഈ ഒരു ആദർശം ഉടിക്കില്ല ഈ മണ്ണിൽ ചൊന്തു. അള്ളാന്റെ റസൂലിനെ കൊല്ലുക അങ്ങ് ഓഫർ കൊടുത്തു തീരുമാനിച്ചോರು. എന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാന ബേരമിന്തെ അതേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മക്കത്തെ അധികാരത്തെ കൊടുത്ത. ആരാ നേതാവിടെ കൊല്ലു തീരുമാനിച്ചോറ അങ്ങെല്ലാരും നാശമായിട്ട് പോയോറു. എന്നെങ്കിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് പിൽക്കാല ആ റസൂലിനെ കൊല്ലുകൊണ്ട് പദ്ധതിയിട്ട ആൾമാർ അങ്ങ് ഈ ദുനിയാവിടെ മേലെ ഇല്ലാണ്ടായോറു. മാത്രമല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വതആല മക്കത്തെ അധിപതി അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിയ അധികാരം കൊടുത്ത. അത് അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ വല്ലാഹു യഹ്സിമുക മിനന്നാസ്, സംരക്ഷണം ഉണ്ട്, അല്ലാഹുടെ സംരക്ഷണം ഉണ്ട്. ആര് എന്ത് ഏത് പദ്ധതി ഇട്ടെങ്കിലും നിങ്ങളെ ആരും വധിക്കുക സാധ്യമല്ല. കാരണം ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, അല്ലാഹു സത്യനിഷേധികളെ ഹിദായത്തിലാക്കില്ല. നബിയെ നിങ്ങൾ ചൊന്നു കൊടുക്കോറു, നിങ്ങളെ ദൗത്യത്തെ നിങ്ങൾ പൂർത്തീകരിക്കോറു. എന്നിട്ടെങ്കിൽ അവിശ്വാസിക ആയ ആൾമാർ അങ്ങ് ഹിദായത്തിലാവില്ല, സന്മാർഗത്തിലാവില്ല ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ടല്ലേ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന്റെ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന്റെ വിഷയം ചൊല്ലുമ്പോൾ സ്വന്തം അഭിപ്രായ ചൊല്ലിയ ആളല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുഭൂരി ആൾമാരെ നോക്കിയിട്ട് അല്ലെങ്കിൽ കുടുംബത്തങ്ങളെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഇന്നൊരു കൂട്ടത്തെ നോക്കിയിട്ട് അങ്ങക്ക് ബേനായ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അല്ലെങ്കിൽ അങ്ങക്ക് മനസ്സമാധാനം അവിടെ പലത്തെ ആ ഒരു അവസ്ഥയുടെ രൂപത്തിൽ ചൊല്ലിയ ആളല്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കൊടുത്ത വഹീയുടെ അടിസ്ഥാനത്തിലേക്ക് പൽക്ക ಬರ್ರೆ. അത് ശക്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റായത്തിൽ ചൊന്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തൗഹീദ് അല്ലാഹു അല്ലാഹു തആല ആരാധിച്ചു ആ കൗമിന്റെ മുന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ ശക്തമായിട്ട് അങ്ങ് അത് എതിർപ്പ് കാട്ടിയർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക്. നബിക്ക് പ്രയാസം കൊടുക്കോ സുറാക്കിയറു. അതല്ലേ അപ്പ ഈ മുശ്രിക്കിങ്ങ പോലും ആഗ്രഹിച്ചൊരു ഖുർആൻ ചൊല്ലേ വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ. നബിയെ അങ്ങ് ആഗ്രഹിക്കണോറും ആറ് നിങ്ങൾ എതിരാളിങ്ങ നിങ്ങൾ ആ മുശ്രിക്കിങ്ങ ആഗ്രഹിക്കണോറു എന്തായിട്ടിക്കറ ആഗ്രഹിക്കരേ ഒരു ഈ ചൊല്ലതിൽ ചെറിയൊരു എക്സ്ക്യൂസ് ഇന്നെങ്കിൽ വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനു അല്ല ചൊല്ലേ അങ്ങ് ആഗ്രഹിക്കണോറു. സമ്മ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു
മാത്രം അതിലൊരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ്, ചെറിയ ഒരു എക്സ്ക്യൂസും ഇങ്ങനെ ശക്തമായിട്ട് ചൊല്ലത് കാണിട്ട് ഒരു ചെറിയൊരു എക്സ്ക്യൂസ് കിട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളും നിക്ക് സപ്പോർട്ടാക്കാത്ത. എങ്ങനെ ഈ ചൊല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ചെറിയ രൂപത്തിലെ ഒരു എക്സ്ക്യൂസ് കാട്ടിട്ടുണ്ടെങ്കിൽ ചൊല്ലുമ്പോൾ അതൊരു തെല്ല് മെറ്റനായിട്ട് ചൊല്ലുമ്പോൾ അല്ല അതെങ്കിൽ അതിലൊരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് കാട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളും നിന്റെ കൂടെ സഹായക്കറ. അല്ലാഹു സുബ്ഹാനഹു ചൊല്ലി അതങ്ങനെ ആഗ്രഹ ആരായിട്ടിക്കിற ആഗ്രഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരാളിങ്ങനെ ആഗ്രഹിത്തിക്കിற ഖുർആൻ ചൊല്ലി എന്തെങ്കിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബത്താവട്ടെ തൻ്റെ റായത്താവട്ടെ തൻ്റെ പിർസപ്പെച്ച് അമീൻ ചൊന്ത് പേര് വെച്ച് ആ റായത്തങ്ങളെ ആ പിർസപ്പെച്ച് പേര് വെച്ച് റായത്തങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു കടുക് മണി എത്ര പോലും അള്ളാഹുടെ വഹയിൽ അഡ്ജസ്റ്റ്മെന്റ് കാട്ടില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം ചൊന്നിട്ടെങ്കിൽ സ്വന്തം കുടുംബ സമേത അള്ളാഹിന്റെ റസൂൽക്ക് എതിരായിട്ട് നിന്നോരു തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ഖുർആനിലെ സൂറത്ത് ആരെ വിഷയത്തിലുള്ള സൂറത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ അബ്ബയുടെ സഹോദരനായിട്ട് അബൂലഹബ് നശിക്കട്ടെ, അവന്റെ രണ്ട് കൈ ഇങ്ങനെ നശിക്കുന്ന വിശുദ്ധ ഖുർആൻ ചെന്നേ. അതിനർത്ഥ അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അള്ളാഹു കൊടുത്ത റിസാലത്തെ ദൗത്യത്തെ പൂർത്തിയാക്കുമ്പോ നബിയുടെ കുടുംബ സാന്ത നബിക്ക് എതിരു നിണ്ടിത്ത് അള്ളാഹു അബൂലഹബ് എതിരായിട്ട് സൂറത്രമേ അറിയിക്ക തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. സഹോദരന്മാരുടെ ഒരു ചൊന്നവന്ന വിഷയ ഞങ്ങൾ മനസ്സിലാക്കല്ലേ. ഒന്നാമത്തേത് നബിമാരുടെ വിഷയത്തില് അള്ളാഹു അങ്ക് എന്ത്ര ദൗത്യത്തെ കൊടുത്തന അതിന് ചെറിയ ഒരു യാറ് കൊരടി പറയാത്ത പോലെ ആ പ്രവാചകന്മാർ എന്താക്കിയോറോ അതിനെ നിർവഹിച്ചോറോ. അത് ആൾമാർ ഇഷ്ടപ്പെടാണ്ടിക്കട്ട് അല്ലെങ്കിൽ ആക്രമണാക്കട്ട് എന്ത് വേണേ ആക്കട്ടെ അള്ളാഹു തന്നെ ദൗത്യത്തെ അതിന് പൂർത്തിയാക്രമേറ്റിക്ക് പ്രവാദിമാർ. ആ ദൗത്യത്തിക്ക് സഹോദരന്മാരെ ഇന്ന് സലഫിങ്ങ ചൊല്ലി ഞങ്ങൾ മുന്നിലുള്ളത് അതേ ദൗത്യത്തിക്ക് ഞങ്ങൾ മുന്നിലുള്ളത്. അതുകൊണ്ട് യഥാവസ്തുതമായിട്ട് അള്ളാഹുടെ ആ ദീന്റെ എത്തുപാട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ ഇത്തിബാ ആക്കരുത്. ഓരോരോ സത്യവിശ്വാസിയുടെ ബാധ്യത എത്തിക്കരുത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ അനുസരണാക്കരുത്. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ ജീവിതത്തെ ഒപ്പിയെടുത്തിട്ട് ജീവനാക്കരുത്. അത് ഓരോരോ മുഅ്മിനിന്റെ ബാധ്യത എത്തിക്കരുത്. ಅದಕ್ಕೆ ಅತ್ತರ ಮಾತ್ರ ಮಹತ್ತರമായ പ്രതിഫല അള്ളാന്റെ പക്കലുണ്ട്. വിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലിയൊരു വിഷയത്തിക്കര് കുൽ നബിയെ ചൊന്നു കൊടുക്കറോ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംയുടെ ഇത്തിബാഅക്കെതിരെ മഹത്വത്തെ അതുക്കുള്ള പ്രതിഫലത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാത്തന്റെ കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾക്ക് അല്ലാഹുവിനെ ഇഷ്ടമുണ്ടാ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടോറാ, ഫത്തബിഊനി നന്റെ പിൻപറ്റോറും. ആരെ പിൻപറ്റണു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംനെ പിൻപറ്റോറു. അങ്ങനെ പിൻപറ്റേണ്ടെങ്കിൽ രണ്ട് രൂപത്തിലുള്ള പ്രതിഫലമായിട്ട് ഒന്നോ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങൾ ഇഷ്ടപ്പെടാ, ഉഹിബ്ബു അല്ലാഹു നിങ്ങളുടെ ഇഷ്ടപ്പെടാ. ആരെ പിൻപറ്റിയെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ ഇത്തിബാ ആക്കിണ്ടെങ്കിൽ ജീവിതത്തെ എല്ലാ ഘട്ടത്തിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അനുസരിച്ച് ജീവിച്ചെങ്കിൽ അല്ലാഹ് നിങ്ങൾ ഇഷ്ടപ്പെട്ട മാത്രമല്ല വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അള്ളാഹു നിങ്ങളെ ദോഷത്തെ പുറത്തു തണ്ട. നമുക്കൊരു എത്ര പേര് ഓഫർ ആയിട്ടിക്കര് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ അനുസരണ ആക്കുന്ന വിഷയത്തിൽ അല്ലാഹ് നിങ്ങൾക്ക് തന്റെ ഞങ്ങൾ മരിക്കുമ്പോ അല്ലേ അവസാന റൂഹ് പോണ്ട നേരത്തേക്ക് ഞങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് പിന്തിരിഞ്ഞ് പോണ്ട നേരത്തേക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ചൊന്നിട്ടെങ്കിൽ ദോഷരഹിതമായിട്ട് യാതൊരു ദോഷ ഇല്ലാണ്ടെ യാതൊരു പാപ ഇല്ലാണ്ടെ പാപരഹിതമായിട്ട് പരിശുദ്ധി നേടിയിട്ട് അള്ളാന്റെ പക്കൽ കടന്നു പോകണമെങ്കിൽ ನಾನು നിങ്ങൾ ആഗ്രഹിക്കരേ. മരിപ്പൂ ചൊല്ലത് ഏത് സന്ദർഭത്തിൽ ഞങ്ങൾ മുന്നോട്ട് വരും. അപ്പൊ വരുമ്പോ ഞങ്ങൾ ಅದಕ್ಕೆ തയ്യാറായിട്ട് നിൽക്കണം. ഒരു ദോഷ ഇല്ലാത്ത രൂപത്തിൽ ഒരു പാപ ഇല്ലാത്ത രൂപത്തിൽ ഞങ്ങൾ തയ്യാറാവണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല തന്റെ ഓഫർ നോക്കറു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലംനെ നിങ്ങൾ ഇത്തിബാ ആക്കിണ്ടെങ്കിൽ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അനുസരിച്ചെണ്ടെങ്കിൽ വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തണ്ട. മാത്രമല്ല വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കണവനും കരുണ കാട്ടവനും. അപ്പൊ മനസ്സിലായില്ലേ സഹോദരന്മാരെ? ഒന്നാമത്തേത് ഞങ്ങൾ മനസ്സിലാക്കിയ പ്രവാദിമാറാറ് അങ്ങനെ ദൗത്യേന്ദ്രേ അങ്ങനെ ആ ദൗത്യത്തെ അങ്ങ് പൂർത്തിയാക്കിയങ്ങ. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ ഇത്തിബാ ആക്കിയതില് അനുസരണ ആക്കിയതില് ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തന്റെ പ്രതിഫലത്തെ മനസ്സിലാക്കിയ.
അതുകൊണ്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നേ, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത, നന്റെ ഉമ്മത്തില് എല്ലാ ആൾമാരും ಸ್ವರ್ಗಕ್ಕೆ ಕಡಕ್ರೋರು ಚೊಂತ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ. ಪ್ರತಿ ಒರ್ತರು ಸ್ವರ್ಗಕ್ಕೆ ಕಡಕ್ರೋರು ಇಲ್ಲ ಮನ್ ಅಬಾ, നന്റെ തിരസ്കരിച്ചവന്റെ ബുട്ടൊട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, നന്റെ ഉമ്മത്തിൽ എല്ലാവരും സ്വർഗ പ്രവേശാക്രോರು ಇಲ್ಲ ಮನ್ ಅಬಾ, നന്റെ തിരസ്കരിച്ചവന്റെ ബുട്ടൊട്ടു. സഹാബത്ത് കേട്ടോರು, അല്ലാഹുവിന്റെ റസൂലേ വമൻ യഅബ യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ തിരസ്കരിച്ചവൻ ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, ഖാല മൻ അതാനി ദഖലൽ ജന്ന, ആർ നന്റെ അനുസരിച്ചോറ പിമ്പറ്റിയോറ അവൻ സ്വർഗത്തിൽ ചെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ಅದರರ್ಥ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടന്നെ ആജ്ഞയുടെ യഥാവസ്തുതമായിട്ട് ജീവിതത്തിൽ കൊണ്ടു നടന്ന ആൾമാർ അങ്ങ് എവിടേക്ക് പോണ്ടോರು? സ്വർഗത്ത് പോണ്ടോರು. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടന്നെ വമൻ അസാനി ഫഖദ് അബാ, ആർ നന്റെ തിരസ്കരിച്ചന അവനൈത്തിക്കിറ തെറുത്തപ്പൻ ചൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നെങ്കിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം വിഷയ പഠിപ്പാട്ടಂದ അതൊക്കെ നോക്കാണ്ടെ പഠിക്കാണ്ടെ ചിന്തിക്കാണ്ടെ അതൊന്ന് തിരസ്കാരാക്കിയിട്ട് ജീവിക്കണവನು. അപ്പൊ ഈ ഹദീസിൽ ഒരു വിഷയം നമുക്ക് മനസ്സിലാവും സഹോദരന്മാരെ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് തിരസ്കരിച്ചവനൊന്നു. അപ്പ ഈ സമുദായത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരസ്കരിക്കുന്ന ആൾമാർ ഉള്ളോರು. ഈ സമുദായത്തിൽ ഈ മുസ്ലിം ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ ആജ്ഞയെ തിരസ്കാരാക്കിയിട്ട് അതിനെ റിജക്റ്റ് ആക്കിയിട്ട് ജീവനാക്കുന്ന ആൾമാർ ഉള്ളോರು സ്വന്തം ಐತಿಕ್ಕೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടന്നെ എല്ലാവരും സ്വർഗത്ത് നന്റെ തിരസ്കരിച്ചവನು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായിട്ട് പഠിപ്പാടുന്നുണ്ട്. അതുകൊണ്ട് മാന്യ സഹോദരന്മാരെ, ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കുള്ളത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ ഞങ്ങൾ എത്രമാത്രം അനുസരിച്ച ചൊന്തൈറ്റിക്കുള്ളത്. ഈ കൂടിയിട്ടുള്ളേ ഈ ശബ്ദം കേൾക്കുന്ന ഈ റായത്തെ ആൽമട്ടിക്ക് ചൊല്ലുള്ള വിഷയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ഞങ്ങൾ അനുസരിച്ച അള്ളാന്റെ റസൂലിന്റെ ഒരു ഫലക്കുണ്ട്. എന്തായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ, ലതത്തബിഉന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ശിബ്റിൻ ദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ജഹ്റ ലബ്ബു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടന്റെ നിങ്ങളെ പൂർവികന്മാരെ, നിങ്ങളെ മുന്നോൽത്തങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളെ മുന്നോൽ കഴിഞ്ഞു പോയങ്ങളെ, നിങ്ങ ചാനൽ ചാനായിട്ട് ಮೊಲത്തിൽ ಮೊಲമായിട്ട് അങ്ങനെ നിങ്ങൾ പിമ്പற்றോ ചൊന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ചോൽ ചൊന്നിട്ടെങ്കിൽ ഹത്താ ലൗ ദഖലു ജഹ്റ ദബ്ബ്, അങ്ങ് ഒരു ഉടുമ്പുടെ മാട്ടെ അല്ലെങ്കിൽ ഉടുമ്പ് നോക്കിയിട്ടില്ലേ, അതിലൊരു മാട്ടുണ്ട്, ಅದರ ಎದುರು ಇತರ ಚೆರಿಯಾಯಿಟ್ಟಿಕ್ರಿ ಉಳ್ಳದು ಉಲ್ಗೆ ചിലപ്പോൾ ಬೆಲ್ಲೈಕು ಆ ಉಡುಂಬು ಸಾಂತ ಆ ಮಾಟರ್ ಉಲ್ಗೆ പോണു ബാക്കി ഭാരി പ്രയാസമുണ്ട്. അങ്ങനെ ആ നിങ്ങൾ പൂർവികന്മാർ നിങ്ങൾ മുന്നോട്ടങ്ങ ആ ഉടുമ്പുടെ മാലത്ത് പോയിട്ടെങ്കിൽ നിങ്ങളും അതിൽ അനുകരിക്കുന്നു ചൊന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സഹാബത്ത് കേട്ടോರು, നബിയെ യഹൂദി നസറാനിമാരെ ഉദ്ദേശിച്ച് നിങ്ങൾ ചൊന്തു, യഹൂദി നസറാനിമാരെ ഉദ്ദേശിച്ച് പമൻ, പിന്നെ അങ്ങനല്ലാണ്ട് വിടാറേ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പ മുസ്ലിം ഉമ്മത്തിൽ ഒരു വിഭാഗ, മുസ്ലിം ഉമ്മത്തിൽ ചെമ്മത്തെ ആൾമാർ ആ യഹൂദിമാരെ പാരമ്പര അനുസരിക്കുന്നവർ സ്വന്തം ಐತಿಗ್ರಿ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടെ നിങ്ങൾ പിമ്പற்றോರು ಹೆಂಗನ ಐತಿಗ್ರಿ നബി ಸೊಲ್ಲೆ നത്തബിഉന്ന സനൻ മൻ കാന ശിബ്റകും ശിബ്റിൻ ദിറാഅൻ ബിദിറാഇൻ, ചാനൽ ചാനായിട്ട് മുലത്തിൽ മുലമായിട്ട് നിങ്ങൾ അങ്ങനെ പിമ്പറ്റർ ചൊന്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. ഇപ്പൊ ഫലസ്തീനില് എത്ര ആൾമാരെ ജീവ പോയിട്ട്, എത്ര പെണ്ണുങ്ങളെ, എത്ര മക്കളെ, എത്ര ആയിരക്കണക്കിന് ആൾമാരെ ജീവ പോയിട്ട് അല്ലേ. ഈ യഹൂദിമാരെ അട്ടഹാസ ಐತಿಗೆ ഞങ്ങൾ നോക്കിക്കൊണ്ടില്ലേ. അപ്പൊ ഈ സന്ദർഭത്തില് ഞങ്ങൾ സോഷ്യൽ മീഡിയത്തെല്ലാം വന്നോണ്ടുണ്ടോ അങ്ങനെ പ്രൊഡക്റ്റ് ബാൻ ആക്കണു. ശരി, നല്ല വിഷയ ಐತಿಕ್ಕರು അങ്ങനെ പ്രൊഡക്റ്റ് ഞങ്ങൾ ബാൻ ആക്കുമെന്ന് ചൊന്നുള്ളത് ശരിയാ, ആക്കണു. അതൊരു ആർത്ഥികമായിട്ട് ഒരു അടി അങ്ക് കൊടുത്തു ಬಿಡ್றது. എന്നെങ്കിലും സഹോദരന്മാരെ പ്രൊഡക്റ്റിന് ബുഡ്രേക്ക് മുന്നോളൂ ആ യഹൂദിമാർ എത്ര ആശയം ഞങ്ങൾ കൂടെ ഇല്ലേ, അതുകൊണ്ട് എത്ര ആദർശങ്ങൾ കൂടെ ഇല്ലേ. നബി ചൊന്നല്ലേ നിങ്ങൾ അങ്ങനെ പിമ്പറ്റോറുണ്ട്, അതിപ്പോ പിമ്പറ്റുള്ളോറും ആ യഹൂദിമാരെ നസ്രാനിങ്ങളെ ആശയ നിങ്ങളെ കൂടെ ഇല്ലേ ചൊന്തു മുസ്ലിം ഉമ്മത്ത് കൊണ്ടു നടന്നിട്ടില്ലേ. സഹോദരന്മാരെ അള്ളാഹുക്ക് ಬೇನಾಯಿದೆ ಅಂದ್ರೆ അവൻ പഠിപ്പാട്ടി ദീന്റെ യഥാവസ്തുതമായിട്ട് അനുസരിച്ച് ജീവിക്കുന്ന ആറ് അങ്കി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ജീവിതം കൊടുക്കുക. ഞങ്ങൾ പ്രൊഡക്റ്റ് ബാൻ ആക്കിയിട്ട് കാര്യമില്ല, പ്രൊഡക്റ്റ് ബാൻ ആക്കണു എന്തെങ്കിലും ഐക്ക് മുന്നോളൂ ആ യഹൂദിരെ കുറെ സമ്പ്രദായം ഞങ്ങൾ കൂടെ ഉണ്ട്, അതും ബാൻ ആവണു, അതും ഈ ഉമ്മത്ത് ബാൻ ആക്കണു. അള്ളാഹ് അവിടെ സഹായിക്കിട്ട് എത്ര അങ്ങനത്തെ വിഷയങ്ങളുണ്ട് ഞങ്ങളുടെ ഉമ്മത്തില്. അതിൽ ഒരു വിഷയ ടൈമില്ല,
ഒരു വിഷയം നിങ്ങൾ കൂടെ ചൊല്ല സഹോദരന്മാരെ, അതിൽ ഒന്നായിട്ട് നബിദിന ചൊല്ലത്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംയുടെ ജന്മദിന ആഘോഷ ചൊല്ലത്. നോക്കൂ, ഇന്ന് മുസ്ലിം ഉമ്മത്ത് അത് എത്ര ഗ്രാൻഡായിട്ട് എത്ര കൊസിലത് കൊണ്ടാടുക അങ്ങ് മനസ്സിലാക്കണു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനത്തെ ഒരു ആചാരം ഞങ്ങൾക്ക് ഈ ഉമ്മത്തിക്ക് പഠിപ്പാട് തന്നറാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ചരിത്രം കൊണ്ടുണ്ടു. ഒരു ചെറിയ രൂപത്തെ ഞങ്ങൾ മനസ്സിലാക്കണം. കാരണം മുസ്ലിം ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലംയുടെ പിൻപറ്റലിൽ നിന്ന് എത്രമാത്രം പിറവുണ്ട് ചൊന്ത് ഞങ്ങൾ മനസ്സിലാക്കണം. എത്രമാത്രം അധപതനത്തിൽ ഉണ്ട് ചൊന്ത് ഞങ്ങൾ മനസ്സിലാക്കണം. അല്ലേ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോണന്നാമത്തെ റബ്ബിൽ അവൽ 12 അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവും. ആർക്കും തർക്കമില്ല, ഏത് ഗ്രൂപ്പും ഏത് സംഘടനക്കും തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലംയുടെ വഫാത്ത് ഡേറ്റ് എല്ലാവരും അംഗീകരിക്കുന്നവരു റബ്ബിൽ അവൽ 12 അല്ലേ, ഹിജ്റ പോണന്നാമത്തെ റബ്ബിൽ അവൽ 12 അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവും. എന്നെങ്കിലും മനസ്സിലാക്കണു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി ഏത് നാളില അതേ നാൾ നോക്കിയിട്ട് ഞങ്ങൾ ആഘോഷാക്കിയിട്ടുള്ള നാളും വേണ്ട. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് നേര തന്റെ സഹറാത്ര നൊമ്പല അനുഭവിച്ചിട്ട അതേ നേരത്തേക്ക് ഈ ഉമ്മത്ത് യാറെ കൊണ്ടാടി നേര എത്തിക്കരുത്, കൊച്ചിപ്പെട്ട നേര എത്തിക്കരുത്. ഏതാ നേര? ലുഹാ നേര എത്തിക്കരുത് അല്ലേ. സൂര്യ ഉദയിച്ചിട്ട് അത് ലോഹര ബാങ്കര മുന്നോട്ടുള്ള സമയ ലുഹാ സമയ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ ഇങ്ങനത്തെ പോലത്തെ റബ്ബിൽ അവൽ ഹിജ്റ പോണന്നാമത്തെ റബ്ബിൽ അവൽ 12 അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുയുടെ സുന്ദരമായ സ്വരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കറ്. സഹാബത്തെല്ലാം മദീനത്തെ പള്ളിക്ക് വന്ന് നിസ്കരിക്കോ സഫ് നിன்றോರು. ആ സന്ദർഭത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ക് ഇമാമത്തായിട്ട് വന്നിട്ടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ആ പള്ളിയുടെ മുട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഔത്തുലു ആ ഒരു റൂമിലും ആ സ്കർട്ടൻ ഇങ്ങനെ ഓപ്പൺ ആക്കി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിനെ നോക്കിയിട്ട്, കാരണം അള്ളാന്റെ റസൂലുക്ക് പനി വന്നോണ്ടുണ്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ ശരീരത്തിൽ പ്രയാസം അനുഭവിച്ചോണ്ടുണ്ടു. ആ സന്ദർഭത്തിൽ ആ പള്ളിയുടെ മുട്ടിൽ ആ ഒരു സ്കർട്ടൻ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ നോക്കിയിട്ട്, എന്നിട്ട് സ്വഹാബത്ത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ മുഖത്തെ നോക്കിയോರು. നോക്കിയിട്ട് സ്വഹാബത്ത് പേടിച്ചോರು, ഇപ്പൊ ഞങ്ങളെ റസൂൽ ഞങ്ങൾക്ക് ഇമാം എത്തിനിക്കോ ബണ്ട് ചൊന്തു എന്നെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈയുടെ ഇങ്ങനെ ആങ്ങക്കാറ്റി തത്തിമ്മു സ്വലാത്തക്കും നിങ്ങൾ നിസ്കരിക്കോറ് ചൊന്തു. ആ സ്കർട്ടന്റെ ബലിച്ചിട്ട് അവസാനമായിട്ട് തന്റെ സ്വഹാബത്തിരെ എല്ലാ സ്വഹാബത്തിനും ഒരുമിച്ച് നോക്കി നേരമായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ആ എല്ലാ സ്വഹാബത്തിനും നോക്കുക സാധിച്ചിട്ടില്ല. അങ്ങനെ സൂര്യ ഉദയിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പനി ുണ്ടു അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തല വെച്ച് കിടന്നിട്ട് തന്റെ പൊതപ്പുറന്ന് മുഖത്ത് ഇട്ടോണ്ട് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ ആ ഒരു പ്രയാസത്തെ നോക്കിയിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ മുത്തുമോളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ അല്ലേ അബ്ബടെ നോക്കി ചൊന്നില്ലേ, നിങ്ങൾക്കും നൊമ്പല ഉണ്ടാ ചൊന്തുമോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നില്ലേ, നിങ്ങളെ കൂട്ടത്തിൽ ജണ്ടാൽ അനുഭവിക്കുന്ന നൊമ്പല ഞാൻ അനുഭവിച്ചിട്ടില്ല ചൊന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുത്തുമോളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചൊന്ന സന്ദർഭം എത്തിക്കര്. അവിടെ ആ ഒരു കിരഞ്ഞ പക്കത്തില് ഒരു തെല്ല് തന്നുണ്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിലെടുത്ത് അതിന് മുഖത്തടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസത്തെ മേൽ പ്രയാസ നൊമ്പലത്തെ മേൽ നൊമ്പല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിൽ അവൽ 12 ആ ഒരു ലുഹാ നേരത്തേക്ക് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചുണ്ടോ അല്ലേ. ആ സന്ദർഭത്തിൽ തന്റെ പുല്ലിമാരായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് തലയുടെ തടവോട് അങ്ക് നസിയത്ത് കൊടുക്കരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഉമ്മത്തിക്ക് നസിയത്ത് കൊടുക്കരു. യാ ഉമ്മത്തി ചൊന്ത് വിളിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏ നന്റെ ഉമ്മത്തെ ചൊന്തു നണ്ടം നിങ്ങൾ ഓർത്തു പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീന്തില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ച് അസ്സലാത്ത് നിസ്കാര അത് നിങ്ങൾ നിലനിൽപ്പാട്ടണം ചൊന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ നിങ്ങൾ പെഞ്ഞായിമാരെ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്താക്കിയിട്ട് അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ ആ ഒരു പ്രയാസ നൊമ്പല ശരീരത്തിക്ക് കൂടിയോ പോയിട്ടിരിക്കുമ്പോ ആകാശത്തിന് നേരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈയുടെ ചൂണ്ടിട്ടിട്ട് ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏതൊരു ആദർശത്തെ മക്കത്തെ മണ്ണിಗೆ കൊണ്ടുവന്നിട്ട് അത് മുഖേന പ്രയാസം പട്ടിണിയും കഷ്ടപ്പാട് അനുഭവിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന ചൊന്തു ആ നബി പഠിപ്പാട്ടുണ്ടെങ്കിൽ ആ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കണ്ണിന്റെ ആകാശത്തിന് നേരെ നോക്കിയിട്ട് കൈയുടെ ആകാശം നേരത്തെ ചൂണ്ടിട്ടത്, അതെ ഉന്നതനായ തന്റെ റബ്ബിനെ നേരെ ചൂണ്ടിട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹനായിരുന്നു അല്ലാഹു മാത്രമേ ചൊന്തു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ കൈ ഇങ്ങനെ കീഴ് പോന്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ മടിയിൽ തല വെച്ചിട്ടുണ്ട്. ആ തല വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഇങ്ങനെ ചെറിഞ്ഞു പോയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ തല ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് നോക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. ഇത്രമാത്രം നൊമ്പലം പ്രയാസം അനുഭവിച്ച നേരമായിത്തിക്കർ ഉമ്മത്തെ മനസ്സിലാക്കുന്നു. മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാർ മനസ്സിലാക്കുന്നു. സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് ചൊല്ലി ഈ സംഘടന ಇದಕ್ಕೆ ಪುದ್ಯದೊಂದು ಚೊಲ್ಲೋಗಿಲ್ಲ, ಇದಕ್ಕೆ ನೂತನವಾದ ಒಂದು ಚೊಲ್ಲೋಗಿಲ್ಲ. ನಂಗ ಚೊಲ್ಲೆ ಒರೇ ವಿಷಯ ನಿಂಗ ಕೇಕೋರು ಚೊಲ್ಲೆದು ಎಂದ್ರೈಟಿಕ್ಕರು ಚೊಲ್ಲೆದು ಕಾದೋರ್ತು ಕೇಕೋರು ಆರು ಚೊಂದೆ ನಿಂಗೆ ಕೇಕೋನು ಎನ್ನತದ್ಲ ಹಕ್ಕೆಂದ್ರೊಂಡು ಸ್ವೀಕರಿಕೋರು. ಅದಲ್ಲ ಇದು ಸತ್ಯಮಲ್ಲ ಬಿಟ್ಟು ಬಿಡೋರು. ಲಾ ಇಕ್ರಾಹ ಫಿದ್ದೀನ್ ಕದ್ದ ಬಯ್ಯನ ರುಸ್ದು ಮಿನಲ್ ಗೈಲ್. ಅಲ್ಲೇ ದೀನಲ್ಲಿ ಬಲತ್ಕಾರ ಇಲ್ಲ, ನಿರ್ಬಂಧ ಇಲ್ಲ. ಇದೇ ನೀನು ಸ್ವೀಕರಿಕೊಂಚಂತು ಎವಡ ನಿರ್ಬಂಧ ಇಲ್ಲ. സത്യ മനസ്സിലായി സ്വീകരിക്ക, അതല്ലെങ്കിൽ അത് തല്ലുകല. അങ്ങനെ ഈ ഇശിറ പൂർണ്ണനാമത്തെ റബ്ബിൽ അവൽ 12 മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു വഫാത്തായി നേരായിട്ട് അല്ലാഹു സമയ. എന്നിട്ടെങ്കിൽ ഞങ്ങൾ ഉമ്മത്ത് ഈ സമുദായത്തിൽപ്പെട്ട മുസ്ലിം സഹോദരന്മാർ അല്ലേ ഏത് നേരത്തുക റബ്ബിൽ അവലിൻ്റെ യാറ ಖುಷಿಪಟ್ಟ നേರ നോക്കൊരു ശൈത്താൻ്റെ ഒരു അവസ്ഥ നോക്കൊരു. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഖറാത്ര അതേ ടൈമിಗೆ ಐತಿಕ್ಕರು ಮೆರವಣಿಗೆಂ ಜಾದೆಂ ಖುಷಿಪಟ್ಟ ನೇರ ಐತಿಕ್ಕರು. സഹോദരന്മാരെ മനസ്സിലാക്കുന്നു. ആറൈത്തിക്കർ ഇവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗത്തില്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷത്തെ പിടിച്ചിട്ട് 63 വർഷത്തോളം നുബുവത്ത് ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് സുമാർ 23 വർഷത്തെ നുബുവത്ത് ജീവിത. ആ 23 വർഷത്തിൽ 23 റബ്ബിൽ അവൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലേ? ഏതെങ്കിലും ഒരു റബ്ബിൽ അവൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് എൻ്റെ ജന്മദിന ചൊന്തു ഒരു ഈത്ത ചോറ് ಬಿಡೋರು, ഒരു ഈത്തപ്പല കൊടുത്തത് ദാനം ആക്കിയത് വേണ്ട. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അള്ളാന്റെ റസൂലിന്റെ സ്വന്തം ശരീരത്തെ പോലും കണക്കാക്കാണ്ട് ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിർസാക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതേപോലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇങ്ങ ഖിലാഫത്ത് എത്തിട്ടില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വർഷം ഖിലാഫത്ത് എത്തിട്ടില്ലേ? 2 റബ്ബിൽ അവൽ കടന്നു പോയിട്ടില്ലേ? എന്തെങ്കിലും ഏതെങ്കിലും ഒരു റബ്ബിൽ അവർ ഈത്തപ്പല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 10 വർഷം ഖിലാഫത്ത് എത്തിട്ടില്ലേ? എന്തെങ്കിലും ആ 10 ഉമർ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ 10 റബ്ബിൽ അവൽ പോയിട്ടില്ലേ ഖിലാഫത്തിലെ? ഒരു ഈത്തപ്പല എന്തെങ്കിലും ഒരു കാരയ്ക്ക് കൊടുക്കൂ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 12 വർഷം ഖിലാഫത്ത് എത്തിട്ടില്ലേ? അലി റളിയല്ലാഹു അൻഹു 5 വർഷം ഖിലാഫത്ത് എത്തിട്ടില്ലേ? അത് ആക്കിടോറ. അത പ്രശ്ന കേൾക്കറേ ഈ സമുദായത്തെ മുന്നുള്ള അത് കേൾക്കറേ ഇട്ടിക്കുന്നങ്ങ ഞങ്ങൾ പുതിയത് ചൊല്ലല്ല സഹോദരന്മാരെ, ഞങ്ങൾ നൂതനവാದ ചൊല്ലല്ല. ബദലായിട്ട് അണ്ട് റസൂലുള്ള തൻ്റെ ജന്മദിന ആഘോഷാക്കിണ്ടെങ്കിൽ ഇന്ന് മുസ്ലിം ഞങ്ങൾ എല്ലാവരും ആഘോഷിക്കാം. എന്തെങ്കിലും അണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചിട്ടില്ല, നബിയുടെ സ്വഹാബത്ത് ആഘോഷിച്ചിട്ടില്ല. ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഉത്തമമായ 3 നൂറ്റാണ്ട്. ഒന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത്, അതിൽ പിന്നെ വന്ന താബീങ്ങ, അതിൽ പിന്നെ തബഅ താബീങ്ങ. ഇങ്ങ ആരെങ്കിലും ആക്കിയോറാ? അണ്ട് ഏത് ദീന അതേ ഇന്ത്യ ദീനായിട്ടിക്കറ് അല്ലേ? ഇന്ത്യത്തിൽ ഒരു സംവിധാനം ഉണ്ട്. ആ സംവിധാന കാലപ്പോയപ്പോലും എന്താണു തിദ്ദുപടി ആയിട്ട് പോകണ്ടു. എന്ത് അതൊരു ഉണ്ടാക്കിയോണ്ട് മനുഷ്യായിട്ടിക്കറ. എന്തെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാൽ തന്നെ ഖുർആൻ സുന്നത്ത് ചൊല്ലി ഈ സംവിധാനത്തിൽ ഇതിൽ ഒരിക്കലും തിദ്ദുപടി ബറുകില്ല. കാരണം ഇത് ഖിയാമത്ത് നാളത്തിൽ അതേ രൂപത്തിൽ അണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രൂപത്തിൽ പഠിപ്പാത്തಂದ್ರ അതേ രൂപത്തിൽ ഖിയാമത്ത് നാളത്തിൽ നിൽക്കുന്നത്. അതിലൊരു തിദ്ദുപടി ആവില്ല. അതുകൊണ്ട് ചൊല്ലേ അണ്ട് നബിയുടെ ജീവിതത്തിൽ ഏത് ദീന അതും ഇണ്ട് ദീൻ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഹജ്ജായ ഹജ്ജത്തുൽ വദാഇൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ചൊന്നില്ലേ ഇന്നത്തെ 4 ദീൻ പൂർത്തിയായിട്ട് ഇസ്ലാം ദീൻ ചൊല്ലേ ഈ തൃപ്തികരമായ ദീൻ പൂർത്തിയായിട്ട് ഇന്നിൽ ഇത് കൂട്ടുക കുറക്കുക ആർക്കും അവകാശം ഇല്ല. കൂട്ടിയവനും നരകത്തുക്ക് കുറച്ചവനും നരകത്തുക്ക്. ഈ കൂട്ടത്തിൽ ചൊല്ലിക്ക് ബിദ്അത്ത് ഉണ്ട്. സുന്നത്തിൽ ചൊല്ലിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാഅ്. ಅದಕ್ಕೆ ವಿರೋಧ ಪದಮಾയിട്ട് ബിദ്അത്ത് ചൊല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിൽ പുതിയതായിട്ട് കൊണ്ടുവന്ന വിഷയത്തിൽ എന്തിനായിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും ളലാലത്തായിട്ട് ളലാൽ ചൊന്നെങ്കിൽ തെരു തപ്പേതായിട്ട് എല്ലാ തെരു തപ്പേത്
സ്വർഗത്തുക്കുണ്ടല്ല ചൊന്നേ ഫിന്നാർ നരകത്ത് കയറ്റിക്കുന്നു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാൻ. അപ്പോൾ ഇത് ഒരു വിഷയം ചൊന്ന ഇങ്ങനത്തെ എത്ര വിഷയമുണ്ടോ? ഒരു മരിച്ചവിടെ 3 ദുആ 40 ദുആ അല്ലേ? ഒരു പെണ്ണിങ്ങ കറുപ്പുഞ്ചായെങ്കിൽ ഫസ്റ്റ് അപ്പത്തെ മങ്ങില കിടാവും അല്ലേ? ആ പെണ്ണിങ്ങ അപ്പത്തെ മങ്ങില അതേപോലത്തെ വല്ലേ മല ഇന്നത്തെ മങ്ങത്തിൽ ഇപ്പൊ നേരത്തെ ചൊന്നല്ലേ ഹലതി ഫംഗ്ഷൻ മൈലാൻ ചൊല്ലുന്നത് ഇങ്ങനത്തെ എല്ലാം എത്ര വിഷയമുണ്ടോ? ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതരി ഇല്ല, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതരി ഇല്ല. അതുകൊണ്ട് സഹോദരന്മാരെ ചൊല്ല വിഷയ ഏറ്റവും ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, അർത്ഥാക്കൂ, പഠിക്കോറു. ദീനി എന്ത് ചൊന്ത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കോറു. അപ്പൊ ഇത്തരത്തിലുള്ള ആചാരത്തെ ഞങ്ങൾ ചൊല്ലുമ്പോ പല ആൾമാർ ചൊല്ലറു ഞങ്ങൾ ഹിരിയായങ്ങളിൽ ഇതെല്ലാം ആക്കി വന്നില്ലേ, അങ്ങ് നരകത്തുക, അങ്ങ് ജഹന്നമുക, അങ്ങനെ കണ്ടിട്ടല്ലേ ഞങ്ങൾ ഇതെല്ലാം ആക്കിക്കൊണ്ടില്ലേ എന്ന് ചില ആൾമാർ ചൊല്ലും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനില് ഒരു ആയത്തിൽ ഞങ്ങൾ പഠിപ്പെടുത്തണ്ട. ഈ ಹಿರಿಯಾಯಂಗ ಚೊಂತು അല്ലെങ്കിൽ ഞങ്ങളെ നേതാക്കന്മാർ ചൊന്ത് അനുസരിച്ച് ഞങ്ങൾ അവസ്ഥ എന്തിനെ നാളെ ജഹന്നമിൽ ഞങ്ങൾ അവസ്ഥ എന്തിനെ വിശുദ്ധ ഖുർആൻ പഠിപ്പാത്തണ്ട്. യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാരി യഖൂലുന യാ ലൈതന അതാന അല്ലാഹു വഅതാന റസൂൽ. അങ്ങനെ ആരെ മുഖ ഈ ഹിരിയായങ്ങളും ഈ സാദാത്തുമാരും അനുസരിച്ച് ജീവിച്ച ആൾമാർ അല്ലേ? ദീനി എന്ത്ര ചൊന്തു എന്തിട്ട് അള്ളാഹു റസൂൽ ഞങ്ങൾക്ക് പഠിപ്പാട്ട് ചൊന്ന് കൃത്യമായിട്ട് പഠിക്കാൻട്ടെ മനസ്സിലാക്കാൻട്ടെ കാലി ചൊന്നെതിരെ കേട്ടിട്ട് അനുസരിച്ച ആൾമാർ അങ്ങനെ നരകത്ത് പോകുമ്പോ നരകത്തിൽ അങ്ങനെ മുഖ അടിമേലായിട്ടിരിക്കുന്ന സന്ദർഭത്തില് അങ്ങ് ചൊല്ലിയൊരു പലക്കൊണ്ടു യഖൂലൂന യാ ലൈതന അതാന അല്ലാഹു വഅതാന റസൂൽ. ഞങ്ങൾ അള്ളാഹുടെ റസൂൽ അനുസരിച്ചിട്ട് എത്ര നല്ലായിരുന്നു, ഞങ്ങൾ അള്ളാഹുടെ റസൂൽ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നല്ലായിട്ടിക്കണ്ട്. വഖാലു അങ്ങ് ചൊല്ലൊരു റബ്ബന ഇന്ന അതാന സാദതന വകുബ്റാന ഫഅദല്ലൂന സബീല. അല്ലാഹുവേ ഞങ്ങൾ ചില സാദാത്തുമാരും ചില നേതാക്കന്മാരും ഞങ്ങൾ അനുസരിച്ച റബ്ബേ ഫഅദല്ലൂന സബീല അങ്ങനെ ഞങ്ങൾ തെരുത്തപ്പാട്ടി വിട്ട റബ്ബേ റബ്ബന ആതിഹിം ലൈഫൈനി മിനൽ അദാബി വലഅൻഹും ലഅനൻ കബീറ. അല്ലാഹുവേ അങ്ങനെ ഞങ്ങൾ തെരുത്തപ്പാട്ടവർ അല്ലാഹുവേ അതുകൊണ്ട് അങ്ക് ഡബിൾ ആയിട്ട് നീ ശിക്ഷ കൊടുക്കണുಂಟು. ആർದು വർക്കരേ ഇത്തരത്തുള്ള ആൾമാർ ഇങ്ങനെ നേതാക്കന്മാർ എതിരായിട്ട് അവിടെ പ്രാർത്ഥിക്കരേ അല്ലാഹുവേ അങ്ങനെ നീ ഡബിൾ ആയിട്ട് ശിക്ഷിക്കണം ഈ നരകത്ത്. കാരണം ഞങ്ങൾ ഈ നരകത്ത് പറഞ്ഞു കാരണം ഇത്തരത്തുള്ള ആൾമാരായിട്ടിക്കരുത്. അതുകൊണ്ട് സഹോദരന്മാരെ അവസാനമായിട്ട് ചൊല്ലകുള്ള വിഷയമായിട്ടിക്കരുത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നേതാവായിട്ടിക്കരുത്. ഞങ്ങളെ ജീവത്തെ കാണ്ടി ആരെ പിരിസാക്കണം ഇല്ലെങ്കിട്ടെങ്കിൽ ഞങ്ങൾ സത്യവിശ്വാസി ആവില്ല എന്നിട്ട് എങ്ങനെയായിട്ട് പിരിസാക്കരേ ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തന്നെ മാർഗൊണ്ടു കിതാബല്ലാ വസുന്നതി. അള്ളാഹുടെ കിതാബായ കലാമായ വിശുദ്ധ ഖുർആനും ആ റസൂലിന്റെ സുന്നത്ത് ജീവിതചര്യ ഞങ്ങളുടെ മുന്നിലുണ്ട്. ಅದರನುಸರಿಸಿ ನಂಗೆ ಜೀವಿಕ ಇದು ಆರನ್ನು ಮನಸ್ಸು ನಂಬಲಾಕೋಗ ಆರು ಅರ್ಸಬರ್ಪಾಟುಗುಲ್ಲ ವಿಷಯ ಅಲ್ಲ ರೈಟ್ ಯಥಾವಸ್ತುതമായിട്ട് കാര്യത്തെ പഠിക്കൊരു കാരണം മരിച്ചേൽ പിന്നെ കബൂറിൽ ഒരുത്തനായിട്ട് പോയിട്ട് വറങ്ങടേ അവിടെ ഏത് സംഘട്ടനും ഏത് നേതാക്കന്മാരും ആരും ഞങ്ങളെ കൂടെ ഇല്ല സഹോദരന്മാരെ. അതുകൊണ്ട് അവിടെ മൻ റബ്ബുക ചൊല്ലുമ്പോൾ നിന്റെ റബ്ബാറിൻ്റെ കേൾക്കുമ്പോൾ കൃത്യമായിട്ട് ഉത്തരം കൊടുക്കൊണ്ടെങ്കിൽ അള്ളാഹുടെ അനുസരിച്ചിട്ട് ഞങ്ങൾ ജീവിക്കണു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടുമ്പോൾ ഇത് റസൂലുള്ള ഇത് റസൂലുണ്ട് ചൊല്ലുണ്ടെങ്കിൽ ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരിക്കുന്നവർത്തോളം ഞങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നു. അതൈറ്റിക്കര് SKSM സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് ചൊല്ലി ഈ സംഘടന നിങ്ങളുടെ ചൊല്ലുടെ ബിസിയായിട്ടിക്കര് വേറെ ഒരു പുതിയ വിഷയം ഞങ്ങൾക്ക് ചൊല്ലുകില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് എന്തായിട്ട് അള്ളാഹു റസൂൽ പഠിപ്പാട്ട് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ജീവിക്കും ചൊല്ലു ഒരു ആശ ആഗ്രഹമായിട്ടിക്കര് ഈ ഒരു പ്രോഗ്രാം വെച്ചത് വേറെ അതല്ലാണ്ട് ആരെ ദൂരോಗ പരയോഗ അല്ലായിട്ടിക്കര് ഈ പ്രോഗ്രാം വെച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നവർത്തോളം അള്ളാഹുടെ റസൂലിനെ അനുസരിച്ച് ജീവിക്കരെ യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ചൊന്ന് മരിക്കുക അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ ഞങ്ങളെ സമുദായത്തിൽപ്പെട്ട് എത്രമാ സഹോദരന്മാർ അന്യായമായിട്ട് ബന്ധനത്തിലുള്ളവർ ഞങ്ങൾക്ക് എല്ലാവരും ഗൊಂತುಂಡು അങ്ങനെ അബ്ബമ്മ കണ്ണീർ തന്നിട്ടവർ പ്രയാസം അനുഭവിച്ചുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ബന്ധനത്തുള്ള സഹോദരന്മാർക്ക് ആയത്ര വേഗം പരിപൂർണമായിട്ട് ന്യായത്തെ കൊടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് മുക്താക്കി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിക്ക് ഇസ്സത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. മരിക്കുന്നവർത്തോളം തൗഹീദ് സുന്നത്ത് മാർഗ്ഗം ജീവിക്കുക അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.